Good afternoon. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Are you ready? How are you, Miss? Yes, I am fine. How are you, Miss? I am fine. Good morning, Miss. Johanna. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്തോളൂ. Miss, food കഴിച്ചോ? പ്രസന്റ് ടൈപ്പ് ചെയ്ത ഒരു പ്രാവശ്യം മാത്രം. എക്സാം എന്തെങ്കിലും പേപ്പർ കിട്ടിയോ? No. ആൻസർ ഷീറ്റ് കിട്ടിയോ തിരിച്ച്? Yes. യെസ്. Yes. എങ്ങനെയുണ്ട്? Good afternoon, Miss. ഗുഡ് ആഫ്റ്റർനൂൺ. എങ്ങനെയുണ്ട്? മാർക്ക് ഉണ്ടോ? Yes. Yes. നല്ല മാർക്ക് ഉണ്ടോ? വിചാരിച്ച പോലെ മാർക്ക് ഉണ്ടോ? എങ്ങനെയാണ് മാർക്ക്? എങ്ങനെയുണ്ട് മാർക്ക്? വിടുന്നില്ല. മാർക്ക് കുറവുള്ളവര് എന്ത് തീരുമാനിച്ചു? ഞങ്ങളൊന്നും തീരുമാനിച്ചില്ല മിസ്സേ എന്നല്ലേ പറയാൻ പോന്നെ. മാർക്ക് കുറവുള്ളവര് അടുത്ത എക്സാമിനെങ്കിൽ നല്ല മാർക്ക് വാങ്ങും. അതിന് ഇന്നേ പ്രയത്നിക്കുന്നു ചിന്തിക്കണ്ടേ? ഞങ്ങളൊരു തീരുമാനം എടുക്കണം കേട്ടോ. വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത് ഒറ്റ എണ്ണം ക്ലാസ്സിൽ ഇരിക്കണ്ട. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെ ഇതിന് മുന്നേയുള്ള ക്ലാസ്സിൽ ലീവ് ആയവർ ആരെങ്കിലും ക്ലാസ്സിൽ ഇരിക്കുന്നേ? ആബ്സെന്റ് ആയവർ ആരെങ്കിലും ലീവ്? ഗുഡ് ആഫ്റ്റർനൂൺ. ആബ്സെന്റ് ആയവർ ആരെങ്കിലും ക്ലാസ്സിൽ കയറി ഇരിക്കുന്നുണ്ടോ ലീവ് പറയാതെ? മിസ്സേ മദ്രസയിലായിട്ട് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. ശ്രീകുട്ടി മിസ്സിനോട് പറഞ്ഞേ. ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ലീവ് പറഞ്ഞാൽ ഓക്കെ, പറയാതെ ഇരുന്നുണ്ടോന്നാ എന്റെ ചോദ്യം. ഓക്കെ, അതൊക്കെ. ആരെങ്കിലും ലീവ് പറയാതെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോന്നേ അറിയണ്ടോ? ഓക്കെ. മിസ്, എന്റെ ക്യാമറ പ്രോബ്ലം ഉണ്ട്. ക്യാമറ ഓഫ് ആക്കി ഇരുന്നോട്ടെ? അതെ. വെറുതെ ക്യാമറ ഓഫ് ചെയ്യാൻ പാടില്ല. പരമാവധി ഓൺ ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം. മിസ്സേ പ്രസന്റ് മാർക്ക് ചെയ്യട്ടെ? പ്രസന്റ് മാർക്ക് ചെയ്തോ? ഒരു പ്രാവശ്യം വേണ്ടിട്ടാ, 10 പ്രാവശ്യം ഒന്നും വേണ്ട, ഒറ്റ പ്രാവശ്യം. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലെസൺ പേജ് നമ്പർ 45 9th ലെസൺ ബർഗത് ദാദാക്ക ജന്മദിനാണ് എടുക്കേണ്ടത്. ബർഗത് ദാദാക്ക ജന്മദിൻ. ബർഗത് ദാദാക്ക ജന്മദിൻ. മിസ്സേ പേജ് നമ്പർ എത്ര? 45. പേജ് നമ്പർ 45 9th ലെസൺ. Good afternoon, Edwin. Alan P. Samson, good afternoon. Good afternoon, Miss. Good afternoon, Miss. Okay. Page number 45 9th lesson ബർഗത് ദാദാക്ക ജന്മദിൻ. അരയാൽ മുത്തശ്ശന്റെ ബർത്ത്ഡേ ഓഫ് ബർഗത് ദാദ.
മിസ് എടുക്കുമ്പോ ശ്രദ്ധിക്കണേ, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞു മക്കളാണ്, വേറെ എവിടെയും നോക്കരുത്. മിസ് പറയുന്നത് വരെ, ക്ലാസ് എടുക്കുന്നത് വരെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ശ്രദ്ധിക്കുക. നോക്കുക, പാഠക പരിചയ്. इस कहानी के द्वारा लेखक ने पर्यावरण प्रदूषण की समस्या की चर्चा करते हुए पर्यावरण संरक्षण द्वारा इसके समाधान के बारे में बताया है. ഈ കഥയിലൂടെ ലേഖകൻ എന്താ ഉദ്ദേശിക്കുന്നറിയോ? നമ്മുടെ പരിസ്ഥിതി മലിനീകരണ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാനും നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുമുള്ള കാര്യങ്ങള് പറയാനുമാണ് ഈ പാഠം തന്നിരിക്കുന്നത്. ഇതിനൊരു ലക്ഷ്യമുണ്ട്. പാഠക ശുദ്ധ പഠൻ കർവാന, പാഠഭാഗം നന്നായിട്ട് തെറ്റില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ വായിക്കാൻ പഠിക്കാനും സ്വച്ഛ പര്യാവരൺ തഥാ വൃക്ഷോं के महत्व की जानकारी देना, മരങ്ങളുടെ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി തരാനുമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലെസൺ തന്നിരിക്കുന്നത്. ലെസന്റെ പേരെന്താണ്? ബർഗദ് ദാദാ കാ ജന്മദിൻ. മനസ്സിലായോ? സഫി ഉണ്ട് അവിടെ? നോക്ക, जाड़े की छुट्टियां थी, जाड़े की छुट्टियां थी. इस वाक्य में ശ്രദ്ധിക്കണേ. दोपहर के समय माधवी, सुलेखा और चंद्रेश एक पेड़ के नीचे खेल रहे थे. अचानक किसी के घासने की आवाज आई. खो खो. अरे यह कौन घास रहा है? माधवी बोली. चकित होकर सुलेखा ने कहा, कौन हो सकता है? यहाँ तो कोई नहीं है. गो गो. फिर आवाज आई. चंद्रेश इधर उधर झांकते हुए, अरे यह तो बरगद दादा की आवाज है. बरगद दादा. सुलेखा और माधवी आश्चर्यचकित होकर एक स्वर में बोली, ये कौन है? क्या तुम नहीं जानती? यह यहाँ का बहुत पुराना बरगद का पेड़ है. पुराना और बूढ़ा होने के कारण सभी इसे बरगद दादा कहते हैं. चंद्रेश ने कहा. പറഞ്ഞുതരാം. जाड़े की छुट्टियां थी. പേജ് നമ്പർ എത്ര? പേജ് നമ്പർ 45, 9th ലെസൺ. 9ാമത്തെ പാഠമാണ് ഇനി എടുക്കുന്നത്. പേജ് നമ്പർ 45. മിസ് വായിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ കുറച്ചെങ്കിലും. നിഷാൻ എന്നുള്ള പേരിൽ ആരാണ് ക്ലാസ്സിൽ കയറിയത്? നിഷാൻ പേര് പറഞ്ഞ്. ഷഹ്മാക്കെ അല്ല, നിധിയോ? യെസ്, ഓക്കെ. ओके, मिस പറഞ്ഞുതരാം. जाड़े की छुट्टियां थी. दोपहर के समय माधवी, सुलेखा और चंद्रेश एक पेड़ के नीचे खेल रहे थे. അവധിക്കാലമായിരുന്നു, അതുകൊണ്ട് 2-3 കുട്ടികളെ ഉച്ച സമയത്ത് ഒരു മരത്തിന് കീഴെ കളിക്കുകയായിരുന്നു. ആരൊക്കെയാ കുട്ടികള്? മാധവി, സുലേഖ, ചന്ദ്രേഷ്. മാധവി, സുലേഖ, ചന്ദ്രേഷ്. ഇവര് 3 പേരും ഉച്ച സമയത്ത് ഒരു മരത്തിന് കീഴെ നിന്ന് കളിക്കുകയായിരുന്നു. അച്ചാനക് കിസി കെ ഘാംസ്നെ കി ആവാസ് ആയി. പെട്ടെന്ന് ആരോ ചുമക്കുന്ന ഒരു ശബ്ദം കേട്ടു. ഘോ ഘോ. അരേ കോൻ ഘാംസ് രഹേ ഹേ? ആരാ അത് കുറച്ചോണ്ടിരിക്കുന്നത്? ചുമച്ചുകൊണ്ടിരിക്കുന്ന ആരാ? മാധവി ബോലി. മാധവി ചോദിച്ചു, ആരാ ചുമക്കുന്നത്?
चकित होकर सुलेखा ने कहा कौन हो सकता है ആശ്ചര്യപ്പെട്ടുകൊണ്ട് സുലേഖ പറഞ്ഞു ആരായിരിക്കും യഹാൻ തോ കോയി നഹി ഹൈ ഇവിടെയാണെങ്കിൽ ആരുമില്ല ഖോ ഖോ ഫിർ ആവാസ് ആയി വീണ്ടും ചമച്ചു എങ്ങനെ ഖോ ഖോ ഫിർ ആവാസ് ആയി ചന്ദ്രേഷ് ഇധർ ഉധർ ജാങ്ദേ ഹുയേ ചന്ദ്രേഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇവിടേക്കും അവിടേക്കും ഒക്കെ നോക്കി അവസാനം പറഞ്ഞു അരേ യഹ് തോ ബർഗ് ദാദാ കി ആവാസ് ഹേ എടോ ഇത് നമ്മുടെ അരയാൽ മുത്തശ്ശന്റെ സൗണ്ട് ആണല്ലോ ബർഗത് ദാദാ സുലേഖ और മാധവി ആശ്ചര്യചകിത് ഹോക്കർ ഏക് സ്വർമേം പോലെ ബർഗത് ദാദയോ അതാരാണ് അരയാൽ മുത്തശ്ശൻ അതാരി യേ കോൻ ഹേ ആരാണ് അദ്ദേഹം ആരാണ് ബർഗ് ദാദാ क्या तुम नहीं जानती നിനക്കറിയില്ലേ यही यहाँ का बहुत पुराना बरगद का पेड़ है यही यहाँ का बहुत पुराना बरगद का पेड़ है ഇത് ഇവിടുത്തെ പണ്ട് മുതലേ പഴക്കം ചെന്ന ഒരു മരമാണ് ഈ മരം ഇത് ആൽമരം പുരാന और बूढ़ा होने के कारण सभी से बर्ग दादा कहते ചന്ദ്രേഷ് ने कहा ചന്ദ്രേഷ് പറഞ്ഞു വളരെയധികം പഴക്കം ചെന്നതും അധികം പ്രായമുള്ളതും കൊണ്ട് ഈ മരത്തിന് അതെയാ എന്ത് പറ്റി ബാക്കിയുള്ളവർക്കോ ഇപ്പൊ ക്ലിയർ ആണോ ഓക്കെ ഓക്കെ അപ്പൊ വളരെയധികം പഴക്കമുള്ളത് കൊണ്ടും പ്രായം ചെന്നത് കൊണ്ടും ഇതിനെ ഈ മരത്തിനെ എല്ലാവരും എന്താ വിളിച്ചിരുന്നത് ബർഗത് ദാദാ എന്നാണ് വിളിച്ചതെന്ന് ചന്ദ്രേഷ് അവിടുന്ന് പറഞ്ഞു അപ്പൊ ബർഗത് ദാദ ഏതാന്ന് മനസ്സിലായോ മനസ്സിലായോ ഓക്കെ അപ്പൊ ഇപ്പൊ ബർഗത് ദാദയുടെ അടുത്ത് ആരൊക്കെ ഉണ്ട് കുട്ടികളെ പേരൊന്ന് പറയാമോ മാധവി സുലേഖ ചന്ദ്രേഷ് അത്ര വരെ മനസ്സിലായോ അതുവരെ മനസ്സിലായോ സന ഉണ്ടോ ക്ലാസ്സില് ഫാത്തിമ സന ഉണ്ടോ ക്ലാസ്സില് സന ഉണ്ടോ സന ഫാത്തിമ സന ഉണ്ട് അത് സന ഉണ്ടല്ലേ ഓക്കെ സന നേരത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ മോളെ ഇതിനു മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിരുന്നോ ലീവ് പറഞ്ഞിരുന്നു പറയാത്തവരാരും ഈ ക്ലാസ്സിൽ ഇല്ലല്ലോ ഇല്ല ഷഹ്മാക്കെ ഉണ്ടോ ഷഹ്മാക്കെ ഷഹ്മ വി ഉണ്ടല്ലേ നിങ്ങൾ 3 പേര് നേരത്തെ ലീവ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ലീവ് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പറഞ്ഞില്ലെങ്കിൽ ലീവ് കൊടുക്കണേ ലീവ് ലെറ്റർ കൊടുക്കണം അപ്പൊ എത്ര പേര് മനസ്സിലായോ പേജ് നമ്പർ 46 എടുത്തേ പേജ് നമ്പർ 46 എല്ലാരും വീഡിയോ ഓൺ ചെയ്തിരിക്കുക ആരും വീഡിയോ ഓഫ് ചെയ്ത് മാന്യന്മാരായിട്ട് ഇരിക്കണ്ട എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ ക്ലാസ് കഴിയുന്നവരെ വീഡിയോ ഓൺ ചെയ്യണം ഹാം ചന്ദ്രേഷ് ठीक कह रहा है സുലേഖ बोली സുലേഖ പറഞ്ഞു ആ ശരിയാണ് ചന്ദ്രേഷ് പറഞ്ഞത് ശരിയാണ് യെസ് ചന്ദ്രേഷ് ഈസ് റൈറ്റ് said സുലേഖ സുലേഖ said യെസ് ല്ലേ ചന്ദ്രേഷ് ഈസ് റൈറ്റ് ചന്ദ്രശേഖർ പറഞ്ഞത് ശരിയാണ്
माधवी ने कहा बरगद दादा के पास चलकर देखे. Madhavi said, let us go near Bargad Dada and see. മാധവി എന്താ പറഞ്ഞത്? ശരി, നമുക്ക് ബർഗദ് ദാദയുടെ അടുത്ത് പോയി നോക്കിയാലോ? ആ മുത്തച്ഛന്റെ അടുത്തൊന്ന് പോയി നോക്കാം. എടാ, എന്തിനാടെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഇങ്ങനെ കൈയിടുന്നേ? ക്യാമറ എന്തിനാ പൊത്തിപ്പിടിക്കുന്നേ? വീഡിയോ അവിടെ ഓണാക്കി അവിടെ വെച്ചേക്ക്. ക്ലാസ് കഴിയുന്നവർ നിങ്ങൾ അത് മൈൻഡ് ചെയ്യണ്ട. നെക്സ്റ്റ്, ജൈസെ ഹി വേ തീനോ ബൂഢേ ബർഗദ് കെ നികട് പഹുഞ്ചെ. അങ്ങനെ അവര് 3 പേരും ബർഗദ് ദാദയുടെ അടുത്തെത്തി. ഉനേം ആവാസ് സുനായി ദി. അപ്പോഴാണ് സൗണ്ട് കേട്ടത്. എന്തെന്ന്? തുമാരാ സ്വാഗത് ഹേ ബച്ചോ. തീനോ ചകിത് ഹോക്കർ ഏക് സാത്ത് ബോലെ. എപ്പോ ആ ബർഗദ് ദാദയുടെ അടുത്തെത്തിയപ്പോഴേ ആ കുട്ടികളോട് 3 പേരോടും ആ ബർഗദ് ദാദ പറയുകയാണ്, നിങ്ങളെ 3 പേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കുട്ടികളെ. അവര് 3 പേരും ആശ്ചര്യപ്പെട്ടു പോയി. മരം ഇങ്ങനെ സംസാരിക്കുകയാണോ? അല്ലേ? നിങ്ങളെ നാട്ടിലുണ്ടാ സംസാരിക്കുന്ന മരം? ഉണ്ടാ? ഇല്ല, മിസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും സംസാരിക്കുന്ന? ഇല്ല അല്ലേ? പക്ഷെ ഒരുപാട് പഴക്കം ചെന്ന വലിയ മരങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ സംസാരിക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല. तीनों चकित होकर एक साथ बोले, बरगद दादा आप बोल सकते हैं. 3 പേര് ആശ്ചര്യത്തോടെ പറഞ്ഞു, ഓ ബർഗദ് ദാദ സംസാരിക്കുകയാണോ? എയ്മി കുറച്ച് പറഞ്ഞു പോയി. പേജ് നമ്പർ 46. हाँ बच्चों, मैं बोल सुन सकता हूँ और महसूस भी कर सकता हूँ. അതെ കുട്ടികളെ, ഞാൻ തന്നെയാണ് നിങ്ങളോട് സംസാരിച്ചത്. ബർഗദ് ദാദാനെ ഘാംസ്തേ ഹുയെ കഹ. വീണ്ടും അദ്ദേഹം ചുമച്ചുകൊണ്ട് പറഞ്ഞു. സുലേഖാനെ പൂച്ച ആപ് ഘാംസ് ക്യോं രഹേ ഹേ. അപ്പൊ സുലേഖ ചോദിച്ചു ബർഗദ് ദാദയോട്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചുമക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ചുമ വന്നത്? ബട്ട് വൈ ആർ യു കഫിംഗ്? വൈ ആർ യു കഫിംഗ് അല്ലേ? എന്താണ് നിങ്ങൾ ഇങ്ങനെ ചുമക്കുന്നത്? ബർഗദ് ദാദാനെ ഉത്തർ ദിയ. അപ്പൊ ബർഗദ് ദാദ എന്താ മറുപടി പറഞ്ഞത്? റിപ്ലൈഡ്, अशुद्ध वायु से मुझे घामसी हो रही है. I am coughing because of impure air. Our life is in danger due to polluted environment. അല്ലേ? അപ്പൊ എന്താണ്? पर्यावरण प्रदूषण के कारण सबका जीवन खतरे में पड़ गया है. പരിസ്ഥിതി മലിനീകരണം കൊണ്ട് എല്ലാവരുടെ ജീവിതം അപകടത്തിലാണ്. ബർഗദ് ദാദ പര്യാവരൺ പ്രദൂഷൺ ക്യാ ഹൈ. അപ്പൊ ആ കുട്ടികൾ ചോദിച്ചു, അല്ലയോ ബർഗദ് ദാദ, എന്താണ് പര്യാവരൺ പ്രദൂഷൺ എന്ന് പറഞ്ഞാല്? നിങ്ങൾക്കറിയോ എന്താ പര്യാവരൺ പ്രദൂഷൺ എന്ന് പറഞ്ഞാല്? പര്യാവരൺ പ്രദൂഷൺ എന്ന് പറഞ്ഞാല് പരിസ്ഥിതി മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, പരിസ്ഥിതി മലിനീകരണം എന്ന് പറഞ്ഞുതരാം. എങ്ങനെ ഈ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവുന്ന പറയാമോ മക്കളെ? പറഞ്ഞോ, നിങ്ങൾക്ക് അറിയുന്ന പോലെ പറഞ്ഞു. അതെ, നമ്മുടെ പരിസരത്തെല്ലാം വേസ്റ്റുകള് അല്ലെ, ചപ്പ് ചവറ് വേസ്റ്റുകൾ കൊണ്ട് നിക്ഷേപിക്കുമ്പോൾ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവും. അല്ലാതെ വേറെ എങ്ങനെ? ഈ ഒരു കാരണം മാത്രമാണോ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണം? പൊടി വരുമ്പോൾ ഫാക്ടറിയിൽ വരുന്ന കുറെ ഫാക്ടറിയിൽ നിന്ന് വിഷാംശമടങ്ങിയ പുക, അതുപോലെ വിഷാംശമടങ്ങിയ വെള്ളം, മലിനജലം ഒഴുക്കുന്നത് കൊണ്ട്, പിന്നെ പല വാഹനങ്ങളിൽ നിന്നും പുറത്തുള്ള പുക അല്ലെ, ഇതെല്ലാം നമ്മുടെ പരിസ്ഥിതി മലിനീകരണത്തിന്റെ കാരണം. പിന്നെ നമ്മള് മരങ്ങൾ ഒരുപാട് മുറിച്ച് കളയുന്നുണ്ട്. നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങള്
വലിച്ചെറിയാറുണ്ട് അല്ലെ. ഇപ്പൊ പിന്നെ പ്രശ്നമില്ല, ഇപ്പൊ എല്ലാരും പഞ്ചായത്ത് അവരെ ഏറ്റെടുത്തോണ്ട് എല്ലാരും പ്ലാസ്റ്റിക് മാലിന്യ വസ്തുക്കളൊക്കെ ശേഖരിക്കുന്നത് കൊണ്ട് അത് കുറഞ്ഞു വന്നു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്ലാസ്റ്റിക് കൂടുകളും എല്ലാം നമ്മൾ വേസ്റ്റ് തീയിട്ട് കത്തിച്ച് കളയും അല്ലെ. അപ്പൊ ഇങ്ങനെ കത്തിക്കുന്നത് കൊണ്ട് എന്താ വരുന്നത്, നമ്മുടെ അന്തരീക്ഷത്തിലെ ഓസോൺ പാളി നശിക്കുക ചെയ്യുന്നത്. നമ്മൾ അത് ശ്രദ്ധിക്കുന്നേ ഇല്ല അല്ലെ. ഓസോൺ പാളി നശിക്കും. ഓസോൺ പാളി നശിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും, സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികള്, വിഷാംശമുള്ള അൾട്രാവയലറ്റ് രശ്മി ഉണ്ട്. സൂര്യനെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ, വെയിലെല്ലാം പ്രകാശമൊക്കെ ഇഷ്ടമാണ്. പക്ഷേ മോശം വശമുണ്ട്. എന്താണ്, സൂര്യന്റെ ഏറ്റവും വിഷാംശം അടങ്ങിയ രശ്മികളുണ്ട്, കിരണങ്ങളുണ്ട്, അൾട്രാവയലറ്റ് രശ്മി എന്ന് അതിന് പറയാം. ആ രശ്മികൾ നമ്മുടെ ശരീരത്തിൽ നേരിട്ട് പതിച്ചാല് നമുക്ക് എന്തൊക്കെ സംഭവിക്കും, അവിടെ പൊള്ളി വരും അല്ലെ. സൂര്യാഘാതം എന്ന് കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടില്ലെങ്കിൽ കുറെ 2-3 വർഷമായിട്ട് നിങ്ങളെ കേൾക്കുന്നുണ്ട് അല്ലെ, പേപ്പറിലൊക്കെ ന്യൂസിലൊക്കെ കാണാം. സൂര്യാഘാതമേറ്റു അല്ലേ. അപ്പൊ അതെന്തുകൊണ്ടാ മനസ്സിലായോ, സൂര്യാഘാതം എന്തുകൊണ്ടാ വരുന്നെന്ന്? നമ്മൾ തന്നെ അതിന്റെ കാരണക്കാര്. നമ്മളെ പരിസ്ഥിതിയെ മലിനമാക്കുന്നുണ്ട്, അങ്ങനെ അന്തരീക്ഷത്തിലെ ഓസോൺ പാളി നശിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ആ വിഷാംശം അടങ്ങിയ അൾട്രാവയലറ്റ് രശ്മികള് നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നത്. അങ്ങനെ നമുക്ക് സൂര്യാതാപം വെക്കുന്നു. അപ്പൊ ഇതിനെല്ലാം കാരണക്കാരാരാണ്? നമ്മൾ മനുഷ്യന്മാരാണ് അല്ലെ. നമ്മൾ അന്നേ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ വരുവോ? പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പോ पर्यावरण प्रदूषण എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു അല്ലേ. അപ്പൊ എന്താ പറഞ്ഞെന്ന്, बच्चों കുട്ടികളെ, पर्यावरण का अर्थ है हमारे चारों ओर का आवरण. पर्यावरण എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ആവരണം ചെയ്തതിനെയാണ് നമ്മൾ എന്ത് പറയാ, ആവരണം ചെയ്യുക, മൂടപ്പെട്ട് കിടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, पर्यावरण. നമ്മളെ 4 ഭാഗത്തുമുള്ള മൂടപ്പെട്ട് കിടക്കുന്ന വസ്തു ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, पर्यावरण, अंतरिक्षम. पेड़ पौधे आकाश पानी जलवायु धरती आदि से पर्यावरण का निर्माण होता है. എങ്ങനെയാ പരിസ്ഥിതി ഉണ്ടായത്? ഏതൊക്കെ ചേർന്നിട്ടാണ്? പേട് പൗധെ, മരങ്ങള് ചെടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആകാശം, ആകാശ് സ്കൈ, പാനി വാട്ടർ, ജലവായു പിന്നെ വായു ഉണ്ട്, ധർത്തി ഭൂമി ഉണ്ട്. ആദി സേ पर्यावरण का निर्माण होता है. ഇതൊക്കെ ചേർന്നതാണ് ഒരു पर्यावरण, ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞത്. ഇതൊക്കെ ചേർന്നത്, ഏതൊക്കെ ചേർന്നത്, ഏതൊക്കെയുണ്ട് पर्यावरणില്? ഭൂമി പെടും, ജലം പെടുന്നുണ്ട്, വായു, ആകാശം, പിന്നെ ചെടികള്, മരങ്ങള് അല്ലേ. ഇല്ലേ, ഇതൊന്നും പെടൂലേ? ഇതൊക്കെ ചേർന്നതാണ് ഒരു पर्यावरण എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ पर्यावरण നശിക്കുന്നത് എങ്ങനെയാ, ഇതെങ്ങനെയാ മലിനമാകുന്നത്? അതിന് ഉത്തരവില്ലേ? നേരത്തെ പറഞ്ഞല്ലേ, जब पर्यावरण में दूषित पदार्थ मिलकर इसे अशुद्ध तथा विषैला बनाते हैं तो उसे पर्यावरण प्रदूषण कहते हैं. എന്തെങ്കിലും മലിനമായ വസ്തുക്കള് ഇതിലേക്ക് വായുവിലേക്ക് പകരുമ്പോഴാണ് അവിടെ ഞാൻ പാഠശാല വരെ ഒന്ന് പോയേക്കുവാണ് പല്ല് പറിക്കാൻ. ഓക്കെ, നീ പിന്നീട് വന്നിട്ട് അതുകൊണ്ട് വീഡിയോ ശ്രദ്ധിച്ചോട്ടെ മിസ്സേ. യൂട്യൂബില് ക്ലാസ് കാണണേ പിന്നീട്. ഓക്കെ മിസ്. ഓക്കെ ശരി. അപ്പോ ഇതൊക്കെ കൊണ്ടാണ് എന്താവുന്നത്, നമ്മുടെ പരിസ്ഥിതി എന്താവുന്നത്, അശുദ്ധമാകുന്നത് അല്ലേ, മോശമാകുന്നത്. അതുകൊണ്ടാണ് വിഷൈലാപനാത്തെ, വിഷാംശമുള്ളതായി മാറുന്നത് ഇങ്ങനെയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, पर्यावरण प्रदूषण. एमी വീട്ടിലെത്തിയോ? ഓക്കെ.
ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പര്യാവരൺ പ്രദൂഷൺ. അപ്പൊ എന്താ പര്യാവരൺ പ്രദൂഷൺ മനസ്സിലായോ? പര്യാവരൺ പ്രദൂഷൺ എന്ന് പറഞ്ഞാല് അന്തരീക്ഷ മലിനീകരണം, പരിസ്ഥിതി മലിനീകരണം. प्रदूषित पर्यावरण सभी जीव जंतुओं तथा पेड़ पौधों को नुकसान पहुंच जाता है. ഇനിയും മലിനമായ അന്തരീക്ഷം കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ചെടികൾക്കും ഒക്കെയാണ് നാശം സംഭവിക്കുന്നത്. അത് മനുഷ്യർക്ക് മാത്രല്ല, നമുക്ക് മാത്രാണോ മോശം വരിക? പക്ഷി മൃഗാദികൾക്ക് മോശം വരും അല്ലേ? പരിസ്ഥിതി മലിനീകരണം കൊണ്ട് അവർക്കും ദോഷം വരും. പിന്നെയോ ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ മോശമാവുണ്ടാവുക. ഞങ്ങൾക്ക് ഇപ്പോഴാ ക്ലാസ് കിട്ടിയ പേജ് നമ്പർ എത്രയാ? ജോമലാൻച്വൽ പേജ് നമ്പർ 46. എന്താ ലേറ്റ് ആയത്? നെറ്റിന്റെ പ്രശ്ന? പ്രസന്റ് ടൈപ്പ് ചെയ്യണേ. ഞങ്ങൾ പ്രസന്റ് ടൈപ്പ് ചെയ്തു. ഓക്കെ. പേജ് നമ്പർ 46 ലാസ്റ്റ്. പേജ് നമ്പർ 46 ലാസ്റ്റ്. ബർഗത് ദാദാ, ലേറ്റ് ആയിട്ട് വന്നവർ ഒരു കാര്യം ചെയ്യണം. ഇനി വീണ്ടും അത് പറഞ്ഞാലും നടക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ലേറ്റ് ആയിട്ട് വന്നാലും ഇന്ന് തന്നെ വീണ്ടും ആ യൂട്യൂബ് ക്ലാസ് കണ്ടേ പറ്റൂ. ഞാൻ ക്ലാസ്സിൽ കയറിയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യൂട്യൂബ് ക്ലാസ്സിൽ എന്തൊക്കെയാണോ ആദ്യം പഠിപ്പിച്ച് അതെല്ലാം ശ്രദ്ധിക്കണം. ഓക്കെ. बरगद दादा आगे कुछ कहते, इससे पहले चंद्रेश बोला, पर्यावरण को किसने प्रदूषित किया और कैसे? അപ്പൊ ഇതാണ് പരിസ്ഥിതി മലിനീകരണം എന്ന് ബർഗദ് ദാദ കുട്ടികൾക്ക് പറഞ്ഞു. എങ്കിലും വീണ്ടും ചന്ദ്രേഷിന് സംശയം വന്നു. അവൻ എന്താ ചോദിച്ചത്? पर्यावरण को किसने प्रदूषित किया और कैसे? എന്താണ് ചോദ്യം? पर्यावरण को किसने प्रदूषित किया और कैसे? നമ്മുടെ അന്തരീക്ഷത്തെ ആരാണ് മലിനമാക്കുന്നത്? എങ്ങനെയാണ് മലിനമാക്കുന്നത്? ആരാ സംശയിച്ചത്? ചന്ദ്രേഷ്. ചെറിയ കുട്ടികളായിരിക്കും കേട്ടോ, അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരിക്കും. നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 47. ബർഗദ് ദാദാനെ സമझाते हुए कहा. അപ്പൊ ബർഗദ് ദാദ അവരെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, ബച്ചോ മനുഷ്യനെ അപ്നെ ഫായദേ കേ ലിയേ പേട് കാട്ടെ. കുട്ടികളെ, മനുഷ്യർ നമ്മുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അത്യാഗ്രഹം കൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? പേട് കാട്ടെ, മരങ്ങൾ മുറിച്ചു മാറ്റാറുണ്ട്. ഇല്ലേ? മരങ്ങൾ മുറിച്ചു കളയുന്നുണ്ടില്ലേ? എന്തിനൊക്കെ മരങ്ങൾ മുറിച്ചു കളയുന്നതെന്ന് പറയാമോ? പൈസ കിട്ടാൻ. പൈസ ഇങ്ങനെ മരങ്ങൾ മുറിക്കുമ്പോ തന്നെ പൈസ പോവൂടാ? മരങ്ങൾ മുറിച്ച് ഓരോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോ മരങ്ങൾ മുറിച്ച് ഓരോരോ ഇത് അല്ലേ, ഫർണിച്ചർ ഇതൊക്കെ എല്ലാരും വേറെ എന്ത് കാര്യത്തിനാ മരങ്ങൾ മുറിച്ചു കളയുന്നത് പറയാമോ? പേപ്പർ ഉണ്ടാക്കാൻ. മരങ്ങൾ മാറ്റി വീട് വെക്കും. വേറെ എന്തിനും ഉപയോഗിക്കാറില്ലേ? വേറെ എന്തിനും മരങ്ങൾ മുറിച്ചു കളയാറില്ലേ? വിറക് കഷ്ണങ്ങളാക്കാൻ. ഓക്കെ, വിറക് കത്തിക്കാനോ? വലിയ കെട്ടിടങ്ങൾ പണിയാൻ. വീടുണ്ടാക്കാൻ പറ്റും. കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടിയാവോ? മരങ്ങൾ മുറിക്കുന്നതിന് വേറെന്തിനാണ്? അതായത് ഓരോരാള് കെട്ടിടങ്ങൾ ബിൽഡിങ്ങൾ പണിയുമ്പോ എന്ത് ചെയ്യും? അവിടെയുള്ള മരങ്ങളൊക്കെ മുറിച്ചു കളയും അല്ലേ? വേറൊരു ശബ്ദം പോലെ കേൾക്കുന്നേ. ഒരു ശബ്ദം കേൾക്കും. നിങ്ങൾ മ്യൂട്ടാക്കി എല്ലാരും. നവമി മ്യൂട്ടാക്കി. നവമിയുടെ എടുക്കുന്നാന്നോ സംശയമുണ്ട്. നവമി മ്യൂട്ടാക്കി വെക്കുമ്പോ ആൻസർ
പിന്നെ അവിടെ ഇരിക്കല്. ക്ലാസ് കഴിഞ്ഞ ഒരു വീഡിയോ ഓഫ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇനി എടുത്ത് ഇതിനെ പുറത്തേക്ക് എറിയും, ഞാൻ മഴയത്തേക്ക് ഇടും വീഡിയോ ഓഫ് ചെയ്തിരുന്നാൽ. അപ്പൊ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന എന്തിനാന്ന് പറഞ്ഞു അല്ലേ? അതായത് കൂറ്റൻ ബിൽഡിങ്ങുകള് കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടിയിട്ട് ഓരോരോ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ മരങ്ങൾ മുറിച്ചു മാറ്റാറുണ്ട്. അനേക കാർഖാനെ ഗോലെ, പിന്നെ ഒരുപാട് ഫാക്ടറികൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ? ഒരുപാട് കമ്പനികൾ ഫാക്ടറികൾ ഉണ്ട്. और हानिकारक गैसों को पर्यावरण में छोड़ दिया जिससे पर्यावरण दूषित हो गया. അപ്പൊ ആ ഫാക്ടറിനൊക്കെ ഒരുപാട് വിഷാംശം അടങ്ങിയ ഗ്യാസ് പുക പുറന്തള്ളുന്നുണ്ട്. ഇതൊക്കെ കാരണം എന്നിട്ട് നമ്മുടെ അന്തരീക്ഷം മലിനമാകുന്നുണ്ട്. पेड़ पौधे जो पर्यावरण को शुद्ध करने में सहायक होते हैं. നമുക്ക് നമ്മുടെ പരിസ്ഥിതി മലിനമാകാതിരിക്കണമെങ്കിൽ, നമ്മുടെ പരിസ്ഥിതിയിൽ നല്ല ശുദ്ധവായു ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. മരങ്ങൾ വെച്ച് പിടിപ്പിച്ച മരങ്ങൾ നിറയെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ശുദ്ധവായു ലഭിക്കും. മാനവി ഇതേ കാട്ട്മേലേക, മനുഷ്യരാണെങ്കിൽ ഇതെല്ലാം വളർന്നു വലുതാവുമ്പോ മുറിച്ച് കളയും ചെയ്യുന്നു. इससे भूदाब में वृद्धि, मौसम में बदलाव, असमय वर्षा ആദ്യ അനേക സമസ്യ പെടുകയും. ഈ മരങ്ങൾ ഇങ്ങനെ ഒരു കാരണമില്ലാതെയും വെറുതെ ഇങ്ങനെ മുറിച്ച് കളയുന്നത് കൊണ്ടാണ് ഒരുപാട് മാറ്റങ്ങൾ എന്ന് നമുക്ക് സഹിക്കേണ്ടി വന്നത്. പലവിധ പ്രശ്നങ്ങൾ, അതായത് കാലാവസ്ഥക്ക് വ്യതിയാനം വന്നു അല്ലെ? ഓർഡറായിട്ട് വന്നിരുന്ന കാലാവസ്ഥക്ക് മാറ്റം വന്നു. ചിലപ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോ നല്ല മഴയുണ്ടാവും അല്ലേ? ചില ദിവസം നല്ല വെയിലായിരിക്കും, ചില ദിവസവും നല്ല മഞ്ഞായിരിക്കും. ഒരു സമയത്ത് ഒരു വ്യവസ്ഥ ഇല്ലാത്ത രീതിയിലായി കാലാവസ്ഥക്ക്. എന്താ കാരണം? നമ്മൾ തന്നെ, നമ്മളെ പരിസ്ഥിതി മലിനമാക്കിയത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറ്റിയത്. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നില്ലേ? ഇന്നലെ ഇന്ന് രാവിലെ ഒക്കെ നല്ല മഴയായിരുന്നല്ലോ. ഇപ്പൊ നോക്കിയ നിങ്ങൾ പുറത്തേക്ക് നോക്കിയ നല്ല വെയിലാണ് അല്ലേ? ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ? മാധവി ബോലി. അപ്പൊ മാധവി നല്ലോണം ഇവിടെ മഴ പെയ്യുന്നുണ്ട്. സാമൂലിന്റെ അടുത്താ നല്ല മഴയാ? ഇവിടെ നല്ല വെയിലാണ് ഇപ്പൊ. ഓക്കെ, മാധവി ബോലി. മാധവി പറഞ്ഞു, മൈനെ അപ്നെ പുസ്തകമേ പേടോ കെ ലാഭ് കെ ബാരെ മേ പഠാ. ഞാൻ എന്റെ പുസ്തകത്തില് മരങ്ങളെ കുറിച്ചുള്ള ലാഭങ്ങള് പഠിച്ചിട്ടുണ്ട്. എന്താണ് മരങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങള്? Madhavi said, I read about benefits of trees in my textbook. Madhavi said, I read about benefits of trees in my textbook. पेड़ों से हमें फल, फूल, अनाज, ईंधन तथा प्राणवायु ऑक्सीजन मिलती है. Trees gives us flowers, fruits, cereals, food and oxygen. അതായത് നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട് മരങ്ങള്? നമ്മളൊന്ന് ചിരിച്ചു നോക്കിയേ. പൂക്കൾ നമുക്ക് ലഭിക്കുന്നുണ്ട്, ഫ്രൂട്ട്സ്, ഇന്ധനം മീൻസ് നമുക്ക് അടുപ്പിൽ വിറകായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ പ്രാണവായു, ഓക്സിജൻ തരുന്നത് നമുക്ക് മരങ്ങളാണ് അല്ലേ? നമ്മുടെ അടുപ്പിൽ വെക്കാൻ പറ്റും. അതന്നെ.
നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ ലഭിക്കുന്നത് എവിടുന്നാണ്? നമുക്ക് ശ്വസിക്കാൻ ശ്വാസമായിട്ട് ഓക്സിജൻ വേണം. അതാരെ തരുന്നത്? മരങ്ങളാണ് അല്ലേ? ആ, നമ്മൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആരാ വലിച്ചെടുക്കുന്നത്? മരങ്ങളാണല്ലേ. നമ്മൾ ഓക്സിജൻ വലിച്ചെടുക്കുമ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നുണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആര് വലിച്ചെടുക്കുന്നുണ്ട്? മരങ്ങള്. നമ്മൾ ഈ ഗുണങ്ങളൊന്നും നമ്മളെ തിരിച്ചറിയാറില്ല. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മരങ്ങളെ കൊണ്ട് ഇത്രയും ഗുണങ്ങൾ ഉണ്ടെന്ന്? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ കൂടുതൽ മരങ്ങൾ ദിവസവും വെച്ച് പിടിപ്പിക്കണം. പിന്നെയോ ഉള്ള മരങ്ങളെ നമ്മളെ സംരക്ഷിച്ച് നിർത്തുകയും വേണം. കാരണം മരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശ്വസിക്കാനാവൂ, ശുദ്ധവായു ലഭിക്കൂ എന്ന് നമ്മളെ ഓരോരുത്തരും പഠിച്ചു വെക്കുക. കേട്ടല്ലോ? അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ ശ്രദ്ധിക്കൂലേ? ആ, നിങ്ങളെ വീടിന്റെ അടുത്തുള്ള മരങ്ങളൊക്കെ മുറിച്ച് മടന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ കുറിച്ച് പറയണം. മരങ്ങള് മുറിച്ച് കളയാൻ പാടില്ല. അതുപോലെ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും എല്ലാവരും കൂടി ചേർന്ന് മരങ്ങൾ കൂടുതലെണ്ണം വെച്ച് പിടിപ്പിക്കണം അല്ലെ? ഇത്രയും കാര്യങ്ങൾ ചെയ്യോ? നമ്മൾ ജൂൺ 5-ന് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചില്ലേ? ജൂൺ 5-ന് പരിസ്ഥിതി ദിനം അല്ലേ? ആരെങ്കിലും അതിന്റെ ശേഷത്തിന്റെ അടുത്തൊന്ന് പോയി നോക്കിയിട്ടുണ്ടോ? ആ മരം ഉണ്ടോ ഇപ്പൊ അവിടെ? എന്റെ വളർന്നു. മറന്നേ പോയി അല്ലെ? എല്ലാവർക്കും വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അന്ന് ഒരു മരം നട്ടു. പക്ഷേ ആരും അതിന്റെ അടുത്ത് പോയില്ല. എന്റെ വളർന്നു. സാമൂലാണോ? സാമൂൽ എന്ത് മരം നട്ടത്? പാഷൻ ഫ്രൂട്ടോ? നിറയായോ? എന്നിട്ട് ഞങ്ങള് പ്ലാവ്. ആരാ പ്ലാവ് കണ്ട്? ജോമലാഞ്ചൽ. ചക്ക പിടിച്ചോടാ? ഇല്ല. നോ. അത് വളർന്നോ? നോക്കിയോ നീ? അതിന്റെ അടുത്ത് പോയി നോക്കിയോ നിങ്ങള്? കുറച്ചേ വളർന്നുള്ളൂ. മിസ് തരുന്നുണ്ട് നിങ്ങളുടെ അടുത്തെല്ലാം നോക്കാൻ വേണ്ടി. നിങ്ങൾ മരങ്ങൾ വെച്ച് മാവും നല്ല വൃത്തി വളർന്നു. അതെയോ? ഓക്കെ. അതിനെ സംരക്ഷിച്ച് നിർത്തേണ്ട കടമ ആർക്കാണ്? നിങ്ങൾക്കാണ് കേട്ടോ. എന്താണ് ജോമലാഞ്ചൽ പറഞ്ഞത്? ഞങ്ങളുടെ മാവും നല്ല വൃത്തി വളർന്നു. ആ, മാവും അതുപോലെ പ്ലാവും എല്ലാം വളർന്നു. നിങ്ങളും ഒന്ന് നോക്കണേ. നിങ്ങൾ ഒന്ന് അന്വേഷിക്കണേ കേട്ടോ. ജൂൺ 5-ന് നട്ടിട്ടില്ലായിരുന്നോ? വീഡിയോ എടുത്തിട്ടില്ലേ? ആ, ഒന്ന് അന്വേഷിച്ച് നോക്കണേ അത് അവിടെ ഉണ്ടോന്ന്. ഉണ്ടെങ്കിൽ അതിനെ പരിപാലിക്കുക, ശുശ്രൂഷിക്കുക കേട്ടാ. അതിന് വേണ്ടുന്ന വളമൊക്കെ നൽകുക. ഓക്കെ ചെയ്യല്ലോ? ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ക്ലാസ് കട്ടാവാറായി. മക്കൾ എന്ത് ചെയ്യണം? അതിന്റെ ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. അതുവരെ എല്ലാവരും ഈ പാഠഭാഗം ഒന്ന് വായിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരിക. ഞാൻ എല്ലാവരും വായിപ്പിക്കും കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാതെ കുറച്ച് ഹിന്ദി അവിടുന്ന് വായിക്കുക ഈ പാഠഭാഗം. കേട്ടല്ലോ? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ ബൈ. സീ യു നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.